എന്ത് ചെയ്യാൻ നോക്കുക, ഇത് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, പക്ഷെ അറിഞ്ഞില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല അല്ലെ. ഇതെല്ലാം സിമ്പിൾ ആണെന്നാണ് പറയുന്നത് അല്ലെ. ഞങ്ങൾക്ക് എല്ലാവർക്കുള്ളത് സിമ്പിൾ ആണോ അല്ലെ? അതായത് ഇത് ഞാൻ പറയാം, കോർഡിനേറ്റ്സ് എന്നാണ് പറയും. ഓക്കെ, കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന സംഭവം, അതായത് ഗ്രാഫ് ഞങ്ങൾ പറഞ്ഞല്ലോ, ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ നമുക്ക് 2 ആക്സിസ് വേണം അല്ലെ. We need 2 axes, and this horizontal line is x axis and this vertical line is called y axis. These are about positive numbers. But ഇവിടെ നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സിനെ എങ്ങനെ മാർക്ക് ചെയ്യാം, how we can plot a point on this graph. Okay, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ for this graph first we need 2 lines, axis. This is എന്താണ്, x axis and this is y axis. മനസ്സിലായോ? x എന്നിട്ടാ മതി axis and this is y axis. Its vertical line is the y axis and the horizontal is x axis. മനസ്സിലായോ? vertical line ഏതാണ്, ഇങ്ങനെ എഴുതുന്നത്, അതാണ് y axis and this is horizontal x axis. So we need these 2 axes. Then these 2 axes join at this origin. ഇതിനാണ് നമ്മൾ origin എന്ന് പറയുന്നത്. origin എപ്പോഴും 0 ആയിരിക്കും. These 2 axes meet at this origin. ഇതിന്റെ മീറ്റിംഗ് പ്ലേസ് നമ്മൾ എന്താ പറയുന്നത്, origin. മനസ്സിലായോ? നെക്സ്റ്റ്, and these are the points on these axes 1, 2, 3, 4, 5, 6, 7, etc. The y axis also say 1, 2, 3, 4. How much do you want? That much we can expand these points. എത്ര വേണമെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഗ്രാഫിലാകുമ്പോൾ നമ്മൾ ആ ബോക്സ് ഉള്ളതുകൊണ്ട് തുല്യമായിട്ട് നമുക്ക് പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? ഇനി പറഞ്ഞത് you have to take a point inside this graph. ഇതെല്ലാം ആക്സിസിലുള്ള പോയിന്റ്സ് ആണ് അല്ലെ. ഇനി ഇതിനകത്തെ ഒരു പോയിന്റ് എടുക്കുമെന്ന് വെച്ചു. ഇവിടെ ഞാൻ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. പോയിന്റ് ഏതാണ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ just draw a line perpendicular to this x axis and to this y axis. Perpendiculars വരയ്ക്കുക x ആക്സിസിലോട്ടും y ആക്സിസിലോട്ടും. എന്നിട്ട് x ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റും y ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റും കൂടെ ചേർത്ത് എഴുതുമ്പോഴാണ് നമുക്ക് ഇവിടുത്തെ പോയിന്റ് കിട്ടും. അപ്പം x ആക്സിസിൽ ആദ്യം നമ്മൾ മീറ്റ് ചെയ്തപ്പോ എവിടെ എഴുതിയത് 2, y ആക്സിസ് മീറ്റ് ചെയ്തപ്പോ അത് 3. ഇതിനെ ഒരു ബ്രാക്കറ്റിനകത്താക്കും. ഈ പോയിന്റ് ഏതാണ്, പോയിന്റ് 2, 3. ഈ പോയിന്റ് ആണ് 2, 3. നമ്മൾ ആദ്യം എഴുതിയത് ഏതാണ്, this 2 is x coordinate. കോർഡിനേറ്റ്സ് നമ്മൾ പറയുന്നത് കേട്ടോ, coordinate. This 2 is the x coordinate. Same 3 ക്ക് ഒരു വെക്ടർ, 3 is the point on this y axis. അപ്പൊ അതെന്തായിരിക്കും, it's y coordinate. പോയിന്റ്സിന് ഫസ്റ്റ് x കോർഡിനേറ്റും നെക്സ്റ്റ് y കോർഡിനേറ്റും ഇങ്ങനെയാണ് എഴുതേണ്ടത്. ജനറലി ഈ പോയിന്റ്സ് നമുക്ക് ഇങ്ങനെ x y എന്ന് കാണിക്കാൻ പറ്റും. ബ്രാക്കറ്റിനകത്ത് എക്സ് വൈ, എക്സ് എന്ന് പറഞ്ഞാൽ x കോർഡിനേറ്റ്, x ആക്സിസിലെ പോയിന്റ്സും y എന്ന് പറഞ്ഞാൽ y ആക്സിസിലെ പോയിന്റ്സും ആണ്. ഓക്കെ, ഒരു പോയിന്റ് ഇവിടെ എടുത്ത് കാണിക്കാം. ഓക്കെ, ദിസ് പോയിന്റ്, ഹൗ ക്യാൻ യു ഫൈൻഡ് ദിസ് പോയിന്റ്? സെയിം, ഫസ്റ്റ് പെർപെൻഡിക്കുലർ ടു y, എക്സിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചു. അതാണ് ഫസ്റ്റ് പോയിന്റ്. എവിടെ മുട്ടിയത്, ഇറ്റ്സ് ഓൺ 4. ഫസ്റ്റ് പോയിന്റ് കിട്ടി 4. ദെൻ ഇനി വൈയിലേക്ക് വരച്ചു, അതേത് പോയിന്റ്, ഇത് 4 ആണ്. 4. ഈ പോയിന്റ് ഏതാണ്, പോയിന്റ് 4. മനസ്സിലായല്ലോ? പോയിന്റ് 4. എക്സിലും 4 ആണ്, വൈയിലും 4 ആണ്. അപ്പൊ പോയിന്റ് തന്നു, നമ്മൾ കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ചു. എക്സ് കോർഡിനേറ്റ് ആദ്യം എഴുതണം, നെക്സ്റ്റ് ഹാവ് ടു റൈറ്റ് ദ വൈ കോർഡിനേറ്റ്. മനസ്സിലായല്ലോ? ഇനി പോയിന്റ്സ് തന്നാൽ അത് എങ്ങനെ പ്ലോട്ട് ചെയ്യാൻ പറ്റും അത് കാണിക്കാം കേട്ടോ. 3, 2 means 3 is on this x and this 2 is on y axis. ആണല്ലോ. 3 എന്ന് പറയുന്നത് എക്സിലെ പോയിന്റും
2 എന്ന് പറയുന്നത് വൈയിലെ പോയിന്റുമാണ്. അത് ആദ്യമേ ഓർക്കണം. ഫസ്റ്റ് പോയിന്റ് എക്സിലെ ആയിരിക്കണം, സെക്കൻഡ് പോയിന്റ് വൈയിലെ ആയിരിക്കണം. ഫസ്റ്റ് പോയിന്റ് ആണ് 3, ഇത് എക്സിലെയാണ്. അപ്പൊ നമ്മൾ ഈ എക്സിൽ നിന്ന് ഈ 3യിൽ നിന്നും മേളിലേക്ക് വെറുതെ ഇങ്ങനെ ഒരു വര വയ്ക്കുക. ഇനി 2 എന്ന പോയിന്റ് വൈയിലെയാണ്. അപ്പൊ വൈയിലെ 2 ഇവിടെയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഇത് തമ്മിൽ മുട്ടുന്ന ഇറ്റ്സ് ഇന്റർസെക്ഷൻ പോയിന്റ്. ദിസ് പോയിന്റ് ഈസ് 3-2. ആ പോയിന്റ് ആണ് 3-2 ആക്കി കൊടുക്കുക കേട്ടോ. മനസ്സിലായല്ലോ? ഫസ്റ്റ് പോയിന്റ് എക്സിലെ, അവിടെ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കാം. നെക്സ്റ്റ് പോയിന്റ് ഈസ് ഓൺ വൈ ആക്സിസ്, അതിൽ നിന്ന് 2ൽ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കാം. ആൻഡ് ഇറ്റ്സ് മീറ്റിംഗ് പോയിന്റ്, ദാറ്റ് ഈസ് ദ പോയിന്റ് 3-2. ഇപ്പൊ പോയിന്റ് എങ്ങനെ പ്ലോട്ട് ചെയ്യാന്ന് മനസ്സിലായോ? ഇതൊന്നുകൂടെ കാണിക്കണം. ഒരു പോയിന്റ് കാണിക്കാം. നമുക്ക് 0-3. 0 ആണ് എക്സിലെ 0, വൈയില് 3. നോക്കിയേ, എക്സിലെ 0 എന്ന് പറഞ്ഞാൽ ഇതാ 0 അല്ലെ. ഇനി എക്സിലെ 0 പെർപെൻഡിക്കുലർ വരയ്ക്കാതാണ്. ഈ ആക്സിസിന്റെ തന്നെയാണ് വരയ്ക്കേണ്ടത് കേട്ടോ. ഈ ആക്സിസ് തന്നെയാണ്. വൈയിലെ 3 എന്ന് പറഞ്ഞാൽ അത് ഇതാണ്. അപ്പൊ രണ്ടോടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് കിട്ടിയല്ലോ. ഏതാണ് പോയിന്റ്? 0-3. അപ്പൊ 0-3 എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് 0 ആണ്. അപ്പോൾ ആ പോയിന്റ് എവിടെയാണ് നമുക്ക് കിട്ടിയത്? വൈ ആക്സിസിൽ അല്ലെ. എക്സ് കോർഡിനേറ്റ് is 0 എവിടെ? on this y axis. y ആക്സിസിലെ പോയിന്റ് എടുത്താൽ എവിടെ x കോർഡിനേറ്റ് 0 ആയിരിക്കും. സെയിം വേറെ പോയിന്റ് 2-0 എങ്ങനെ മാർക്ക് ചെയ്യും? 2 എന്ന് പറയുന്നത് എക്സിലാണല്ലോ. ഇവിടെ ഇങ്ങനെ വയ്ക്കാം. വൈയിലേതാ? 0 ഇവിടെ. ഇങ്ങനെ വെച്ചാൽ എവിടെ കൊണ്ടുവന്നാൽ ഇവിടെ ഇതാണ് 2-0 ഈ പോയിന്റ്. അപ്പം ഇവിടെ y കോർഡിനേറ്റ് 0 ആണ്. y കോർഡിനേറ്റ് 0 ആണ്. എവിടെയാണ് y കോർഡിനേറ്റ് 0? വേഗം പറ. ഈസ് x ആക്സിസ്. x ആക്സിലെ ഒരു പോയിന്റ് എടുത്താൽ അവിടെ y കോർഡിനേറ്റ് 0 ആയിരിക്കും. y ആക്സിസിലെ ഒരു പോയിന്റ് എടുത്താൽ അവിടെ x കോർഡിനേറ്റ് 0 ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പം ഇങ്ങനെ പോയിന്റ്സ് കണ്ടാൽ അറിയാം. ഇവിടെ 0-3 എന്നാണെങ്കിൽ അത് വൈയിലെ പോയിന്റ് മാത്രമേ ഉള്ളൂ. x 0 ആണ്. അതുകൊണ്ട് ഇത് y ആക്സിസിലെ പോയിന്റ് ആണ്. 2-0 എന്ന് പറഞ്ഞാൽ ഇത് x ആക്സിസിലെ പോയിന്റ് ആണ്. അണ്ടർസ്റ്റാൻഡ്? ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം കേട്ടോ. അപ്പം ഇനി പ്ലോട്ട് ചെയ്യാൻ പോവാം പോയിന്റ്സ്. ഓക്കെ, നമ്മളിങ്ങനെ പോയിന്റ്സ് പ്ലോട്ട് ചെയ്യാൻ പോകും. മനസ്സിലായോ? I'm going to plot these points. 2. അതായത് എക്സിലെ 2 ഇവിടെയാണ്. ഇങ്ങനെ വരച്ച വൈയിലെ 2 അല്ലെ. മീറ്റിംഗ് പ്ലേസ് 2. നെക്സ്റ്റ് 0-0. അതായത് രണ്ടും 0. അതാണ് ഒറിജിൻ ആണ് കേട്ടോ. 0-0 എന്ന് പറഞ്ഞാൽ അതിന്റെ ഒറിജിൻ ആണ്. ഇവിടെ രണ്ടും 0 ആണ്. എക്സും വൈയും 0. 3 ഇവിടെ, 3 ഇവിടെ. ഓക്കെ, 3ൽ നിന്ന് ഇങ്ങനെ വരയ്ക്കുമ്പോ ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കുമ്പോൾ മുട്ടുന്ന പോയിന്റ് 3. ഇനി ഞാൻ ഈ 3 പോയിന്റ്സ് ഒന്ന് ജോയിൻ ചെയ്യാൻ പോകും കേട്ടോ. 0-0, 2-2, 3-3. ഇപ്പൊ നമുക്ക് എന്തായിട്ടത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആണല്ലോ. ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്. സ്ട്രെയിറ്റ് ലൈൻ ആണല്ലോ. ഈ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് പറയുന്ന പേരാണ് ലീനിയർ ഗ്രാഫ്. ഓക്കെ, ലീനിയർ ഗ്രാഫ്. ഇപ്പൊ ലീനിയർ ഞാൻ പറഞ്ഞ ലൈൻ ഗ്രാഫ് ലീനിയർ ഗ്രാഫ് ഡിഫറൻസ് ഉണ്ടല്ലോ അല്ലെ. ലൈൻ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി ഇങ്ങനെ പോകുന്നേ ഉള്ളൂ. അതിന് ഇൻക്രീസും ഡിക്രീസും ഒക്കെ ഉണ്ടാവും. ബട്ട് ലീനിയർ ഗ്രാഫ് മീൻസ് ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടിയാൽ മാത്രമേ അതൊരു ലീനിയർ ഗ്രാഫ് ആവുള്ളൂ. സ്ട്രെയിറ്റ് ലൈൻസ് മീൻസ് ഇന്ന് താഴേക്ക് വരാം കേട്ടോ. ചിലപ്പോ ഇങ്ങനെ പാരലൽ ആയിട്ട് കിട്ടും. സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആക്കാം.
is a linear graph. മനസ്സിലായ linear graph എന്താണ്? Okay. Graph is a whole unbroken line. ബ്രോക്കിയില്ല, അതായത് എനിക്ക് ബ്രേക്ക് ആവുന്ന ലൈൻ ഇല്ല. ഇറ്റ്സ് ആൻ അൺബ്രോക്കൺ ലൈൻ. ദാറ്റ് ഈസ് ലീനിയർ ഗ്രാഫ്. ലീനിയർ ഗ്രാഫ് വെച്ചാൽ കിട്ടും ഇറ്റ്സ് ആൻ അൺബ്രോക്കൺ ലൈൻ. ഇതെവിടെ എങ്ങും ബ്രേക്ക് ആവുന്നില്ലല്ലോ, സ്ട്രെയിറ്റ് ആയിട്ട് പോകും ആണല്ലോ. ഇറ്റ്സ് ആൻ അൺബ്രോക്കൺ ലൈൻ. അതാണ് ലീനിയർ ഗ്രാഫ്. അൺബ്രോക്കൺ ലൈൻ. Is it clear? Okay. Let's move into the next story. Okay. Next one, 15.2. First question. Plot the points. Points ആണ് തന്നിരിക്കുന്നത്. നമ്മൾ ആ പോയിന്റ്സ് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യും. Okay. ഗ്രാഫ് x വെച്ചു, then y axis, then 1 2 3 4 5. ഇവിടെ 1 2 3 4 5. നിങ്ങൾക്ക് എത്ര വേണം എടുക്കാം കേട്ടോ, അത്ര ആവശ്യമില്ല. നമ്മുടെ പോയിന്റ്സ് ഇവിടെ 6 വരെ ആയിട്ടുണ്ട്. അപ്പൊ 6 എന്ന് പറയുന്നത് y axis ആണ്. അപ്പൊ 6 കൊടുക്കും. Okay, then shall we start? പെൻസിൽ എടുത്തിട്ട് ഗ്രാഫ് പേപ്പർ ഗ്രാഫ് പേപ്പറിൽ ഈ ഡിസ്റ്റൻസ് തുല്യമാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ സ്ട്രേറ്റ് ലൈൻ അല്ലാണ്ട് കേട്ടോ. ഈ ഡിസ്റ്റൻസ് തുല്യമായിട്ട് നിങ്ങൾ വരയ്ക്കണം. എനിക്കിപ്പോ അത് വരയ്ക്കാൻ പറ്റത്തില്ല, ഏകദേശം വരച്ചിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ആണ് A40. പോയിന്റിന്റെ പേരാണ് A കേട്ടോ. ക്യാപിറ്റൽ ലെറ്റർ A കൊടുത്തേക്കുന്നുള്ളൂ, പേടിക്കേണ്ട ആവശ്യമില്ല. പോയിന്റ് 40 ആണ്. അപ്പൊ 4 എന്ന് പറഞ്ഞാല് എക്സിലെ പോയിന്റും y0. ഓക്കെ, 0 എന്ന് പറഞ്ഞ വാല്യൂ 4x. അപ്പൊ ഫസ്റ്റ് 4 വരയ്ക്കാം. 4x ഏതാണ്? ഇതാണ് അല്ലെ. അപ്പൊ 4x ഇതാണ്. y0 ആണ്. y0 ആവുമ്പോ അത് എവിടെയാണ്? y കോർഡിനേറ്റ് 0 ആണെങ്കിൽ ആ പോയിന്റ് x ആക്സിലാണ് ആണല്ലോ. അപ്പൊ ഏതാ പോയിന്റ്? y0 എന്ന് പറഞ്ഞ ഈ ലൈൻ തന്നെയല്ലേ. അപ്പൊ ഈ പോയിന്റ് ഏതാണ്? 40. ക്യാപിറ്റൽ ലെറ്റർ A40 എന്ന് പറഞ്ഞ പോയിന്റ് ഏതെങ്കിലും ഇറ്റ്സ് ഓൺ x ആക്സിസ് because this y coordinate is 0. Clear? Next, B42. B is same for x axis is 4. Just draw perpendicular lines. Then 2 is in y axis. From there also perpendicular line and they will meet this point. The meeting point, this point is 4 2. B42. Next, C46. C, that is also same. This, just check this x coordinate is same in these 4 points. Therefore, same 4. We can extend this 4 and 4. Which one? 4 6. From this 6, how to draw perpendicular? Then this point is C46. Then last D4 2.5. It's 4 on the same line 4 and this 2.5. This 2 in between 2 and 3. 2.5. Half of it. Now, from here we have to draw the line. They will meet here at D4 2.5. Then from here we will get one more information that is it that in this case all the x coordinates are same. Okay, x coordinates എല്ലാം same ആണെങ്കിൽ നമ്മുടെ ഗ്രാഫ് y ആക്സിസിന് പാരലൽ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. y ആക്സിസിന്റെ പാരലൽ ആയിട്ട് കിട്ടും. x coordinate is same, then the graph is parallel to y. And same thing, if the y coordinate is same, then we will get a parallel line parallel to this x. That is ഇങ്ങനെ line കിട്ടും, x ആക്സിസിന് പാരലൽ ആയിട്ട്. അപ്പോൾ y കോർഡിനേറ്റ് സെയിം ആണെങ്കിൽ x ആക്സിസിന് പാരലൽ ആയിട്ട് കിട്ടും. ഇവിടെ x കോർഡിനേറ്റ് സെയിം ആയിട്ട് y ആക്സിസിന് പാരലൽ ആയിട്ട് കിട്ടും. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. Okay, just understand the things. What is that? If this x coordinates are same, then we'll get a graph parallel to y axis. Then if y coordinates are same, we'll get a line parallel to x axis. Then പറയുന്നത് നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ, സിമ്പിൾ തിങ് ആണ്. പക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരെ 0 ആവുന്ന കേസ് ഞാൻ പറഞ്ഞായിരുന്നു. അതായത് ഇവിടെ
y0 ആയപ്പോ ആ പോയിന്റ് എക്സിലെയാണ്. അതായത് ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ, ചിന്തിച്ചാൽ മതി. ഇൻ ദീസ് ടു പോയിന്റ്സ് ഓൺലി എക്സ് കോർഡിനേറ്റ് ഈസ് ദേർ. അപ്പൊ അത് എക്സ് ആക്സിസിലെ പോയിന്റ് ആണ്. y കോർഡിനേറ്റ് മാത്രമേ ഉള്ളെങ്കിൽ അത് y ആക്സിസിലെ പോയിന്റ് ആണ്. ഓക്കെ, shall we move to the next one? Next, B is P11, Q22, R33 and S44. Same coordinates. Both x and y are same. First is P11. Okay, this is 1. Then from y, this is 1. The point is this one. This is P11. Both the points are same. Then Q22. 2 means this one. Right? Then Q22. Next, R33. 3 will not get. This R33. It's a point R3. Next is S44. First 4. Then S44. Now, we points plot points mark line straight line. This is linear graph. 1 1 2 2 3 3 4. Is it clear? K23. 2 area point it's on x. 2 2 3. 3 length vare varachadilla. Scale vechittu ingane idu. Ee point edana it's K23. Next L53. 5 is this one and y is 3. It's L53. Am I right? Next M55. Same 5. Then this is also y is also 5. Line next y this is M55. Next N25. N2, N is 2, this one. From this 2 already a line on the then next is the 5 lake apple. ഇതാണ് N25. K23, then L53, M is 5, this also 5, and N is 2, 5. Clear ആയല്ലോ? Clear ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ശ്രദ്ധിച്ചതിന് തന്നെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ക്ലിയർ ആവും. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ ടേംസ് അതൊന്നും ശരിക്കും വായിച്ചു കൊടുക്കണം ടെക്സ്റ്റിൽ. അതൊന്നും ഓർമ്മയാക്കണം. എക്സ് ആക്സിസ്, എക്സ് കോർഡിനേറ്റ് ആദ്യം എഴുതണം, വൈ കോർഡിനേറ്റ് എഴുതണം. ഓക്കെ കേട്ടോ.